എനിക്ക് തോന്നുന്നു വരയ്ക്ക് ശേഷം വരയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. വരയിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ ഡേറ്റ് 5. ഓക്കെ പറയട്ടെ. കുറേ സംഭവങ്ങൾ നടന്നു. ഓക്കെ വരയിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം തന്നെ എനിക്ക് പോത്തീസിൻ്റെ ഒരു ആഡ് കിട്ടി. പോത്തീസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. അത് കിട്ടി. ഓക്കെ, ഇറ്റ് വാസ് ഗുഡ്. ടയേർഡിങ് ആയിരുന്നു, എന്നാലും ഓക്കെ. എന്നിട്ട് അത് റിലീസാവണല്ലോ, അതായത് 2 ദിവസം കഴിഞ്ഞ് റിലീസാവുമെന്ന് പറഞ്ഞു. ആ റിലീസാവണൻ്റെ അന്ന് തൊട്ട് എനിക്ക് പനിയായി. അതായത് ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ഡേറ്റ് ഇന്ന് ചൊവ്വാഴ്ചയാണ്. കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് പനിയായതാണ്. പനി തൊണ്ടവേദന വന്നതാണ്. തൊണ്ടവേദന എനിക്ക് ഇന്നും ഉണ്ട്. ഓക്കെ, ഒരാഴ്ചയോളം ആയി, ഏതാണ്ട് ഓൾമോസ്റ്റ് ആയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച എന്തുകൊണ്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ പോയത് ആഡ്. ഓക്കെ, തിങ്കളാഴ്ച എന്തോ ഷൂട്ട് ചെയ്യാൻ പോയത്, ബുധനോ വ്യാഴം എന്തോ റിലീസായി. അന്നും അതിൻ്റെ തലേദിവസം തൊട്ടെന്തോ എനിക്ക് വയ്യാതെയായി. ഓക്കെ, ഒരാഴ്ചയായി. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ഫോണിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഊരി വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇങ്ങനെ ഫോൾഡ് പോലെ. അത് ഊരി ഇവിടുത്തെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ഒരു കണക്ടർ, അതെന്തോ സ്ട്രിപ്പായി, അത് പോയി. അമ്മയുടെ ഡിസ്പ്ലേക്ക് 5000 രൂപ. ഇതിലുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം കൂടെ എടുത്ത് വെച്ച് അത് ശരിയാക്കി. ഇപ്പം ശരിയാക്കിയിട്ട് തന്നേ ഉള്ളൂ. റൈറ്റ് നൗ ഉള്ളത് പറയാമല്ല, നമ്മളെ ഫോണ് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി. അതായത് വേറെ ഒന്നും കൊണ്ട് പറയണമല്ല, കാര്യം ഇപ്പം നമ്മൾ ഒരുപാട് ഡിപ്പെൻഡൻ്റാണ് ഈ ഫോൺ സംഭവത്തിൽ, ഒരുപാട് ഡിപ്പെൻഡൻ്റാണ്. അതിപ്പോൾ കാരണം കുറേ മോശം ഇതുകൊണ്ട് യൂസ് കേസസ് ഉണ്ട്, ഒരുപാട് നല്ല യൂസ് കേസസ് ഉണ്ട്. മോശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഡിക്ഷനാണ്, പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാടുണ്ട്. നല്ലതെന്ന് വെച്ചാൽ നമുക്കൊരു അത്യാവശ്യത്തിന് വിളിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല, പൈസ അയച്ചു കൊടുക്കാനോ. പക്ഷെ കുറച്ച് ഗുഡ് അതുകൊണ്ട് നമ്മൾ ഫോൺ അഡിക്ഷൻ കുറയും, നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകും, കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആകും, മൈൻഡ്ഫുൾ ആകും, നമ്മൾ സോഷ്യലൈസ് ചെയ്യും കുറച്ചുകൂടെ. ഇപ്പോൾ ഫോൺ ഇന്ന് ശരിയാക്കിയതുള്ളൂ. ഇന്നലെ ഫുൾ ഫോണില്ലാതായിരുന്നു, കമ്പ്യൂട്ടറിലായിരുന്നു ഫുൾ. അത് ഭാഗ്യത്തിന് താങ്ക്ഫുള്ളി അതുള്ളതുകൊണ്ട് സ്ലോ ആയി സംസാരിക്കാൻ നോക്കാം. ഓക്കെ, കാര്യം ആകപ്പെടുന്ന ഈ സംസാരിക്കുന്നതിൽ മാത്രമാണ്. സോ ഒന്ന് മൈൻഡ്ഫുള്ളി സംസാരിക്കപ്പെടാം. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഇന്നലെ സർവൈവ് ചെയ്ത് പോയത് കുഴപ്പമില്ലാണ്ട്. ചേട്ടൻ്റെ ഫോണിലെടുത്ത് ഇട്ടെങ്കിൽ പോലും, ചേട്ടൻ്റെ ഐഫോണിൽ സിം എടുത്ത് ഇട്ടെങ്കിൽ പോലും പിന്നെ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ലോഗ്ഇൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വാട്സപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. വാട്സപ്പ് എനിക്ക് വലിയൊരു യൂസ് എനിക്കില്ല ഇപ്പം, എന്നാൽ കൂടെ പയ്യന്മാരത്തൊക്കെ പറയണമല്ലോ ഇങ്ങനെ ഫോണില്ല. കാര്യം ഇതിൽ കോള് വരുന്നുണ്ട്, എൻ്റെ ഫോണിൽ സിം കിടന്നപ്പോൾ കോള് വരുന്നുണ്ട്, എനിക്ക് സ്ക്രീൻ ബ്ലാക്കാണ്. അതുകൊണ്ട് അവന്മാരത്തൊക്കെ അറിയിക്കാൻ വേണ്ടി ഞാൻ വാട്സപ്പ് ഇൻസ്റ്റയിൽ കൂടെ പറ്റി, കാരണം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റ ലോഗിൻ ചെയ്യാൻ പറ്റുമല്ലോ, വാട്സപ്പ് ആണല്ലോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചിട്ടിരുന്നു ഫോൺ. അപ്പം ജോലിയിൽ നിന്ന് ഇറങ്ങി, ഇൻസ്റ്റമായിട്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച ഓടിയതാണ്, ഇൻസ്റ്റമായിട്ട് ഓടാൻ പറ്റിയില്ല. ജോലിയിൽ നിന്ന് ഇറങ്ങി ഇൻസ്റ്റമായിട്ട് ഓടാൻ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. ഓക്കെ, ജോലിയിൽ നിന്ന് ഇറങ്ങി ഇൻസ്റ്റമായിട്ട് ഓടാൻ പറ്റിയില്ല. ഫോൺ കംപ്ലൈൻ്റ് ആയി. ഈവൻ തോത് ശരിയായെങ്കിൽ പോലും എൻ്റെ സേവിങ്സ് ഫുള്ള് പോയി. ഓക്കെ, ഒരു 1000 രൂപ വെച്ചോളൂ അതിനകത്തിപ്പോൾ, ഫുൾ പോയി. പനി അടിച്ച്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചു. ടിൽ ടുഡേ. ചേട്ടൻ അടുത്ത ആഴ്ച പോകും, 14-ാം തീയതി പോവും. ഓക്കെ, സോ അതൊരു വലിയ ലോസാണ്. ചേട്ടൻ പോകുന്നതും ഇൻസ്റ്റമായിട്ട് ഓടാൻ പോകുന്നതും
കാര്യം മിനിസമായിട്ട് ഞാൻ അവിടെ എനിക്ക് വരുമാനമുള്ളൂ. അമ്മ ഒറ്റയ്ക്കാവും ഇവിടെ ചേട്ടൻ പോയി കഴിയുമ്പോൾ. അത് നോക്കണം. ഓക്കെ, തൊണ്ടെല്ലാം പോയി. ഗാർഗിൾ തൊണ്ടയൊക്കെ മരിച്ച്. ആ വെയിറ്റ് കുറഞ്ഞ് ജിമ്മ് മാറാൻ വേണ്ടിയിട്ടുള്ള മൈൻഡിൽ നിൽക്കുന്ന ഒരുപാട് കട്ടയ്ക്ക് ജിമ്മ് മാറണം. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ എ ന്യൂ ചേഞ്ച് സംതിങ്. എന്തെങ്കിലും എനിക്ക് ഇൻവെൻറ്റ് ചെയ്യണം, എന്തെങ്കിലും എനിക്ക് തുടങ്ങണം. നീഡ് സംതിങ് ഫ്രഷ്. ഓക്കെ, സാച്ചുറേഷൻ ആയിട്ടില്ല, ബട്ട് നീഡ് സംതിങ് ഫ്രഷ് ഓർ സംതിങ്. നാക്കിൽ ടേസ്റ്റ് ഇല്ല, ടേസ്റ്റ് പകുതിയേ ഉള്ളൂ. ഗോകുലും അമ്മയൊക്കെ എനിക്കിങ്ങനെ ഓരോന്ന് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കോർപ്പറേറ്റ് കമ്പനീസിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ടൈച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഐ ഡോണ്ട് ഹാവ് മൈൻഡ് ഫോർ ദാറ്റ്. കയറാൻ വേണ്ടി ഉള്ള ഒരു ഇതെനിക്കില്ല. അതാണ്. അപ്പോൾ അവരെനിക്ക് വീട്ടിൽ പറയാം, പക്ഷേ ഗോകുൽ ഇപ്പോൾ അവൻ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് അയച്ചു തരും. ഞാനത് പറഞ്ഞ് ഞാൻ മടുത്ത്. പക്ഷെ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൻ എനിക്ക് അയച്ചു തരണേന്ന്. ഇത് നോക്കി അലയൻസ് അവിടെ ഇവിടെ. പക്ഷെ ഒരു കാര്യം പറയാമല്ലോ, അവിടെ കയറി എനിക്ക് ഫ്രീഡം കിട്ടൂല. ശരി, ഞാനിപ്പോൾ റിസ്ക്കി നിൽക്കുകയാണ്. ഓക്കെ, അൾട്രാ റിസ്ക്കി നിൽക്കുകയാണ്. കാരണം എല്ലാവരും കൂടെയുള്ള എല്ലാവരും ഒരു ഫേസിലാണ്. ഇപ്പോൾ നല്ലൊരു ഫേസിലാണ്. നല്ല മോശം, അറ്റ്ലീസ്റ്റ് ദേ ഹാവ് എ ജോബ്. ആൻഡ് എനിക്ക് ജോബില്ലാത്തത് ഞാൻ കാരണം തന്നെ കൊണ്ട് മാത്രമാണ്, വേറെ ആരും കൊണ്ടുമല്ല. ഞാൻ എടുത്ത എൻ്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ജോലിയില്ലാത്തത്. എനിക്ക് ജോലിക്ക് ഇപ്പോൾ സ്ട്രൈറ്റിൽ പോകാമായിരുന്നു, നിറയെ പോകാമായിരുന്നു. വര പോട്ട് സ്ട്രൈറ്റിൽ പോകാമായിരുന്നു. വിഷ്ണു എന്നോ അല്ലെങ്കിൽ സ്മൂത്തായി നിന്ന് ഇങ്ങനെ പോകാമായിരുന്നു, ഇങ്ങനെ പോകാമായിരുന്നു. ബട്ട് എനിക്ക് വേണ്ടി എനിക്കൊരു ഗ്രോത്ത് കാണുമല്ലെന്ന് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇത് നിർത്തിയത്. ബട്ട് റൈറ്റ് നൗ വാട്ട് ഐ ആം ഡൂയിങ് നത്തിങ്. അതും എനിക്കറിയാം. അത് നീ ഒന്ന് തിരുത്തിയാൽ മാത്രം മതി. അവിടെ നീ ഒരു പ്രോഗ്രഷൻ കൊണ്ടുപോവാ. ആ ഒരു ബ്ലാങ്ക് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഈ ഒരു ബ്ലാങ്ക് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നിനക്ക് ഗ്രോത്ത് ഇല്ലെന്ന സംഭവം നീ മനസ്സിലാക്കിയിട്ടാണ് നീ അവിടെ നിന്ന് എല്ലായിടത്തുനിന്ന് ഇറങ്ങിയത്. ഓക്കെ, എല്ലായിടത്തുനിന്ന് ഇറങ്ങിയത് എന്തിന്? ടു വർക്ക് ഫോർ യുവർ സെൽഫ്. ഓക്കെ, നിനക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഒരു വലിയൊരു ഫ്യൂച്ചർ നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, തൊണ്ട ഡ്രൈ ആവും. സോ നീ പറഞ്ഞ പോലെ നീ നിൻ്റെ പാസ്റ്റ്, നിൻ്റെ പഴയ ജോലികളെല്ലാം നീക്കണം. ഇപ്പം നീ ഇവിടെയാണ്, പക്ഷേ നീ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ദിസ് ഫേസ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. നീ പറഞ്ഞതുപോലെയും നിൻ്റെ പ്ലാനിങ്ങിലുള്ള പോലെയും നീ ഇവിടെ എന്തെങ്കിലും ചെയ്താലേ ഇവിടെ എന്തെങ്കിലും വരുമോ. സോ യു മസ്റ്റ് ഡൂ സംതിങ് ഹിയർ റൈറ്റ് നൗ. ഇപ്പോഴാണ് സമയം. ഇപ്പോഴേ നിനക്ക് പറ്റൂ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിക്കാൻ നിനക്ക് ഇപ്പോൾ 25 വയസ്സായി. ഈ വർഷം 25 years. പ്രായം വെച്ച് പറയണമല്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാര്യം എല്ലാവരും കുറച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ. എല്ലാം കുറച്ച് കഴിയുമ്പം ഒരിത് വരും, ഒരു പിയർ പ്രഷർ വരിക തന്നെ ചെയ്യും. അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫേസ് ചെയ്യണമെങ്കിൽ അത് നിന്നെ അത്രയ്ക്ക് ഹിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ യു വാണ്ട് സംതിങ് ഇൻ യുവർ ബാക്ക്. ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഒരു സാധനം നിനക്ക് വേണം. നിനക്ക് പറയാനൊരു സാധനം വേണം. ഓക്കെ, ഐ എം വർക്കിംഗ് ഓൺ ദിസ്, ഐ ഹാവ് ദിസ് തിങ് ഓൺ മൈ ബാക്ക് എന്ന് പറയുന്നൊക്കെ ഒരു സാധനം വേണം. അതിനു വേണ്ടി നീ ബിൽഡ് ചെയ്യും. 30 വയസ്സാകുമ്പം എങ്കിലും നിൻ്റെ കയ്യിൽ സാധനം വേണം. അത് ചെറുതാകാൻ പാടില്ല. ഒരു സംരംഭം 30 വയസ്സിന് മുന്നേ, ഞാൻ പറഞ്ഞ 30 വയസ്സിന് മുന്നേ യു നീഡ് സംതിങ്. നിൻ്റെ സംഭവം, നിൻ്റെത് ഒരു 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയ സംഭവം നിനക്ക് വേണം. അതാണ് നിനക്ക് ആവശ്യം. 10 പേർക്ക് ജോലി. ഇതെനിക്ക് വീഡിയോ ഉണ്ടാക്കി ഇടണം. ഈ പനിയാണ്. ഫോൺ ശരിയാക്കിക്കൊണ്ടേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നത്
ഫോൺ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പണിയാവുന്ന പറയുന്നില്ലല്ലോ. അത് എനിക്ക് എൻ്റെ ഫോണിൽ നല്ല ഇഷ്ടമാണ് ഈ ഫോണിന്, ഒരുപാട് ഇഷ്ടമാണ് ഈ ഫോൺ. അതുകൊണ്ടാണ് ഞാൻ ശരിയാക്കിയത്. LCD ഡിസ്പ്ലേ ഇടാത്തത് അതുകൊണ്ടാണ്. AMOLED ഡിസ്പ്ലേ തന്നെ ഇട്ടത് നിനക്ക് വേണ്ടി. 2000 രൂപയ്ക്ക് എനിക്ക് കിട്ടുമായിരുന്നു LCD ഡിസ്പ്ലേ. അത് ഇടാണ്ട് AMOLED ഇട്ട് തന്നത് നിനക്ക് വേണ്ടിയാണ്. 5000 രൂപയ്ക്ക് ബില്ല് കാണിച്ചത് ആണ്. ബില്ല് GST ബില്ല് കാണാൻ കണ്ടിട്ടല്ലേ. കാണാൻ പറ്റില്ല. 4800 രൂപയായി. 4300 രൂപ ഉള്ളൂ. 4300 രൂപയേ ഉള്ളൂ. പിന്നെ 400 അവിടെ സർവീസ് ചാർജ്. അപ്പോൾ എത്ര ഉള്ളൂടാ?